ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളത്തുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ്, ചിറ്റിലപ്പള്ളി സ്ക്വയറാണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് വന്നത്. കാരണം ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് മാറിയ സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി രസമാണ്. രണ്ട് സൈഡും ഇങ്ങനെ ഗാർഡനാണ്. അത് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിലോട്ട് പോകണം നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ. നമ്മൾ 2 വീലറിൽ വന്നുകൊണ്ട് പുറത്താണ്, ഈ ഒരു സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. കാറാണെങ്കിൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മൾ ഈ മാളിലൊക്കെ ഉള്ള പാർക്കിംഗ് പോലെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ, ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് നമുക്ക് നോക്കണ്ട. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വെൽനസ് ആയിട്ടുള്ള പാർക്കാണ്. അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്പോട്ടാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഫാമിലിക്കും, നമുക്ക് ഫാമിലി ആയിട്ടും കിഡ്സായിട്ടൊക്കെ ഒരുമിച്ച് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ഭാരത് മാതാ കോളേജിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആണ്. ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് വരാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഡീറ്റെയിൽസും. അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയ കഴിയുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നല്ല അടിപൊളി വെറൈറ്റി ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇല്ല, നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും നമുക്ക് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലോട്ടാണ്. നമ്മളൊരു എറണാകുളം അല്ലെങ്കിൽ എടപ്പള്ളി അവിടെ നിന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ടും ഗൂഗിൾ നോക്കി വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ കയറി വരുമ്പോഴേക്കും ഇതേപോലെ നല്ല അടിപൊളി പിള്ളേർക്കൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ട് വരുന്നത്. നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ കാർഡ് അല്ലെങ്കിൽ UPI ഫെസിലിറ്റിയും ഉണ്ടാവും. നമ്മളിപ്പോൾ വീക്ക് ഡേയ്സിൽ വന്നുകൊണ്ട് നമുക്ക് 370 ഇൻക്ലൂഡിങ് GST ആട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ മോർണിംഗ് സെക്ഷനിൽ, അതായത് 6 മണി ടു 1 മണിയൊക്കെയാണ് വരുന്നെങ്കിൽ 120 രൂപയും GST ആണ് വരിക. ഇല്ല, നമുക്ക് ഡേ ടൈമിൽ 2 മണി തൊട്ട് ഒരു 9 മണി ടൈമിങ്ങിലൊക്കെയാണ് വരുന്നതെങ്കിൽ 280 പ്ലസ് GST ആട്ടോ വരുന്നത്. ടിക്കറ്റ് കൗണ്ട് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ഓപ്പണിംഗ് ജിമ്മാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വീക്ക് ഡേയ്സിൻ്റെ പാക്കേജ് എടുത്തേക്കണോണ്ട് തന്നെ ഇതിൽ ഈ ജോഗിങ് ചെയ്യണത് അതും അതുപോലെ തന്നെ ജിമ്മും ഒക്കെ ഫ്രീ ആണ്. നമ്മൾ 370 ഈ പാക്കേജ് എടുക്കുമ്പോൾ ഇതിനകത്ത് സിപ്പ് ലൈന്, റോക്ക് ക്ലൈമ്പിങ്, റോപ്പ് കോഴ്സ്, ഫാമിലി സൈക്കിള്, അതേപോലെ തന്നെ ജോഗിങ്, ഓപ്പൺ ജിമ്മ്, പാർക്ക്, സൈക്കിള്, കപ്പിൾ സൈക്കിള്, കിഡ്സിൻ്റെ ട്രാഫിക്കിൻ്റെ ഒരു ഇതുണ്ട്, അതും നമുക്ക് ഫ്രീ ആട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രീ ആണ്. പിന്നെ അഡീഷണൽ പേയ്മെൻറ്റ് വരുന്നത് സ്വിമ്മിംഗ് പൂളിലാണ് വരുന്നത്. സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ ആയിരിക്കും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ആണ്. ഇത് ഫ്രീ ആണ്, നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, ഫ്രീ ആണ്. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. കുട്ടികൾക്കുള്ള ഒരുപാട് പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ പാരൻസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ കളിക്കുന്നതും കാണാൻ, നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം കേട്ടോ. പാർക്കിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് 6 മണി തൊട്ട് രാവിലെ 9 മണിയാണ്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 2 മണി തൊട്ട് 9 മണി വരെ. നമ്മളിപ്പോൾ ഹോളിഡേ ഒക്കെ ആണെങ്കിൽ, അതായത് സൺഡേ ഒക്കെ ആണെങ്കിൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 9 മണി വരെ. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ടൈം വരുന്നത് രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 10:30 വരെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ മോർണിംഗ് സെക്ഷനാണ് എടുക്കണേ. ഇപ്പോൾ 6 മണി ടു 9 മണിയുള്ള സമയമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന് എമൗണ്ട് നമുക്ക് പെർ ഡേ 120 പ്ലസ് GST ആണ് വരുന്നത്. ഇതിൽ നമുക്ക് സീനിയർ സിറ്റിസണിനൊക്കെ ആണെങ്കിൽ ഒരു 50% നമുക്ക് ഓഫ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ ജോഗിങ്ങും വാക്കിങ്ങും അതുപോലെ ഓപ്പൺ ജിമ്മും ബൈസിക്കിളും ഫ്രീ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഡേ ടൈമിൽ 2 മണി തൊട്ട് 9 മണിയുള്ള പാക്കേജിങ് ആണെങ്കിൽ നമുക്ക് 280 പ്ലസ് GST ആണ് വരുന്നത്. ഇതിൽ സിപ്പ് ലൈനും റോക്ക് ക്ലൈമ്പിങ്ങും അതേപോലെ തന്നെ ഫാമിലി സൈക്കിൾ, ജോഗിങ്, ഓപ്പൺ ജിമ്മ്, പാർക്ക്, സൈക്ലിംഗ്, കപ്പിൾ സൈക്കിള്, കിഡ്സിൻ്റെ ട്രാഫിക്, ഇതൊക്കെ ഫ്രീ ആയിരിക്കും.
പിന്നെ അതുപോലെ തന്നെ മന്ത്ലി പാക്കേജിങ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മോർണിംഗിൽ പാക്കേജ് ആയിട്ട് എടുക്കാം, അതായത് 6 മണി തൊട്ട് 9 മണിയുള്ള ഒരു മാസത്തെ പാക്കേജിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1800 പ്ലസ് GST ആണ് വരുന്നത്. അതായത് ഒരു 30 എൻട്രീസാണ് ഉണ്ടാകുന്നത്. പെർ ഡേ 4 എൻട്രീസ് വരെ മാക്സിമം അലൗഡ് ആണ്. അതേപോലെ തന്നെ എൻ്റെ വാലിഡിറ്റി ടൈം എന്ന് പറഞ്ഞാൽ 16 ഡേറ്റ് ആയിരിക്കും. ഇതിൽ ജോഗിങ്ങും ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസിൻ്റെ ആ പ്ലേ ഏരിയയും ബൈസിലും ഒക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആണ് ഇവിടുത്തെ സിപ്പ് ലൈനും അതേപോലെ തന്നെ റോപ്പ് കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഫസ്റ്റ് നമ്മുടെ കണ്ണു പോകുന്നത് ഈ ഒരു സ്ഥലത്തോട്ടാണ്. കുറച്ച് ദൂരം ഉള്ളെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്നൊന്നും കയറാനൊന്നും പറ്റുന്നില്ല. കുറച്ച് കടമകളൊക്കെ ഉണ്ട്, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് കയറാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, അഡീഷണൽ പേയ്മെൻ്റ് ഒന്നുമല്ല. നമ്മൾ ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുന്നതിന് കൂടെ തന്നെ ഇവിടെ നമുക്ക് ക്രിക്കറ്റൊക്കെ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിലൊക്കെ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ സിപ്പ് ലൈനൊക്കെ കയറാൻ വേണ്ടി പോവാണ്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററാണ് നമ്മുടെ സിപ്പ് ലൈൻ്റെ ഹൈറ്റ് വരുന്നത്. റോപ്പിൻ്റെ ആണെങ്കിൽ 125 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ല നമുക്കൊരു സഹായം വേണമെങ്കിൽ നമുക്ക് അവിടെ ഗൈഡ് ഉണ്ട്. നമുക്ക് അവർ സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽമെറ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബെൽറ്റ് അടക്കം നമ്മളെല്ലാം സെക്യൂർ ചെയ്തിട്ട് എല്ലാം വർക്കിംഗ് ആണെന്ന് കണ്ടീഷനാണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് അവർ ചെയ്യിപ്പിക്കത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഈസിയാണ് കേട്ടോ. ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളിലെ പേടിയൊക്കെ മാറ്റാനും കുറച്ചുകൂടെ കോൺഫിഡൻസ് ഒക്കെ വരാനും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേടിയൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് ഓരോന്നും ചെയ്യാനായിട്ട് വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യണത്.
അതേപോലെ തന്നെ നമ്മൾ വീക്ക് ഡേയ്സിൻ്റെ പാക്കേജ് ആയിട്ട് ഒരു മാസത്തേക്കൊക്കെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ, അതായത് 2 മണി തൊട്ട് 9 മണിയുള്ളത് ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3000 പ്ലസ് GST ആണ് ആവുന്നുള്ളൂ. ഇതിൽ 30 എൻട്രീസും നമുക്ക് പെർ ഡേ 4 എൻട്രി വരെ അലൗഡ് ആണ്. അതേപോലെ തന്നെ എൻ്റെ വാലിഡിറ്റി വരുന്നത് 60 ഡേയ്സ് ആണ്. ഈ ഒരു പാക്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ജോഗിങ്ങും ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസിൻ്റെ ആ പ്ലേ ഏരിയ ഉണ്ടല്ലോ അതും ബൈസിക്കിളും. അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് റോക്ക് ക്ലൈമ്പിംഗ് ആണ്. അതായത് നമുക്ക് ബെൽറ്റും ഒക്കെ നമ്മൾ സെക്യൂരിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റോക്ക് മൊത്തം കയറണം. കയറി ചെന്ന് മേളിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറങ്ങണം. നമ്മൾ പല മാളുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ച് പാടാണ്, കാരണം ചവിട്ടി കയറാനായിട്ട് അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയൊക്കെ എടുത്തിട്ട് കുറച്ച് കാമൊക്കെ ആയിട്ടാണ് കയറാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. നമ്മൾ വീഴുമൊന്നുമില്ല, നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടേക്കണം കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കയറാം. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സൈക്ലിങ്ങിനും അതേപോലെ തന്നെ സ്കേറ്റിങ് അല്ലെങ്കിൽ ഇതുപോലെ സ്കേറ്റിങ് ബോർഡൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ക്രിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊക്കെ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാനും അതുപോലെ ഫുട്ബോൾ കളിക്കാനും ബാസ്ക്കറ്റ് ബോൾ കളിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സൈക്ലിങ്ങിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സൈക്കിൾ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളതാണെങ്കിൽ ഇതൊരു ഫാമിലിക്ക് ചവിട്ടുന്ന ടൈപ്പ് സൈക്കിളാട്ടെ, അതായത് 4 പേര് ഇരുന്നിട്ട് ചവിട്ടുന്ന ഒരു സൈക്കിളാണ്. പിന്നെ കപ്പിൾസിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ പല ടൈപ്പുള്ള സൈക്കിളും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം വരെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ്. അതേപോലെ തന്നെ സ്കേറ്റിങ്, അതേപോലെ തന്നെ സ്കേറ്റിംഗ് ഷൂ അല്ലെങ്കിൽ ബോർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് റൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു കപ്പിളിന് പറ്റിയാട്ടെ, 2 പേരും കൂടി ചേർന്നിട്ട് ചവിട്ടുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള ഏരിയ ഇവിടെ ഉണ്ട്. അതെ ഇപ്പൊ വീട്ടിൽ പോയതേ ഉള്ളൂ, കോച്ചിങ് ഒക്കെ തരാം നമുക്ക്. അതേപോലെ തന്നെ കുട്ടികളിൽ ട്രാഫിക്കൊക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു ഏരിയ ഉണ്ട്. അതായത് കുട്ടികളിൽ ട്രാഫിക്കിൻ്റെ നിയമമൊക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ഏരിയ, നമ്മൾ റോട്ടിൽ കൂടെ എന്തൊക്കെ നിയമങ്ങളൊക്കെ ഉള്ളത് അതനുസരിച്ച് വണ്ടി പോകുന്ന രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ന്യൂസിന് പൊക്കം കൂടുതലായതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നപ്പോഴേക്കും നമ്മുടെ കുറേ മീനുകൾക്ക് പിള്ളേർ ഫീഡ് ചെയ്യണമുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട്, അപ്പോൾ നമ്മളൊക്കെ നോക്കി നിന്നിട്ട് നമ്മളും ഫീഡ് ചെയ്യാൻ വേണ്ടി. അപ്പുറത്ത് അരയന്നങ്ങളുണ്ട്, അവ ഒച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും മീനിൻ്റെ ഇതും അരയന്നത്തിൻ്റെ ഇതും കാണാനായിട്ട് നല്ല രസമായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമാണ് ഇതിവിടെ. ഇല്ല, ജസ്റ്റ് കൈയിട്ടാ മതി. വെച്ച് കൊടുക്ക. കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം.
കൈ വെച്ച് കൊടുക്കണം. കൈ ഇങ്ങനെ ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ വെക്കാം. അടിയിൽ വെക്കണം. അപ്പൊ അത് ഒന്ന് ഇത് വേണ്ട. വെച്ചു കൊടുക്ക. ഒന്നും ചെയ്യില്ല. പിടിക്കാൻ പാടില്ല. കടിക്കൊന്നുമില്ല മാവയ്ക്ക് പറഞ്ഞേക്കണ മാവൻ അങ്ങനെ കയ്യൊക്കെ നോട്ടാ വാപ്പി വെച്ചതല്ലേ നീല് കൊടുക്കും. അങ്ങനെ വെക്കണമെന്നില്ല. ഒന്നും ചെയ്യൂല. കടിക്കില്ല. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആട്ടോ ഇത്. നന്നായിട്ട് അവർ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ തളർന്ന് വെച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ നേരെ പൂളിലോട്ടാണ് പോയത്. സ്വിമ്മിംഗ് പൂളിൽ കയറണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. 270 രൂപയാണ് ആവുന്നത്. അതുപോലെ തന്നെ നൈലോൺ ഡ്രസ്സാണ് ഇടാൻ പാടുള്ളൂ, വേറെ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല. പിന്നെ ക്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ കൊണ്ടുവരാം. നമുക്കിവിടെ വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അവിടെ മേടിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അനൂസ് ഓൾറെഡി പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൂളിലോട്ടാണ് ഇറങ്ങുന്നത്. ഈ പൂളിൻ്റെ ടൈം എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ 1 അവർ മോർണിംഗിലാണ് നമ്മൾ വരുന്നതെങ്കിൽ 150 രൂപയും ടാക്സുമാണ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് പാർക്കിങ്ങിലും അത് സ്വിമ്മിംഗ് പൂളും കൂടെ കൂട്ടിയിട്ടാണെങ്കിലും മോർണിംഗിലും 230 രൂപയാവും കേട്ടോ. അല്ലാത്ത ദിവസം നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് 270 രൂപയാണ് ആവുന്നത്. അതുപോലെ നമുക്ക് ഈ നൈലോൺ ഡ്രസ്സിനൊക്കെ വരുന്നത് 200 എബോവ് ഒക്കെ ആ റേഞ്ചാണ് വരുന്നത്. 200 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അത് മാത്രമല്ല ഇവിടെ സ്വിമ്മിങ്ങും അതേപോലെ തന്നെ റോളർ സ്കേറ്റിങ്, ബാസ്കറ്റിംഗ് ബോൾ, സൂംബ, അങ്ങനെ ക്രിക്കറ്റ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും സ്കേറ്റിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ചെന്നപ്പോഴും അവിടെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അതേപോലെ തന്നെ ഇവിടെ പാരൻസിനൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് പിള്ളേരൊക്കെ കളിക്കണയൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്നിട്ട് അവർ കളിക്കണയൊക്കെ വേണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. നമുക്കും വേണമെങ്കിൽ ഇറങ്ങി അവരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ 3 സെക്ഷൻ ആയിട്ടാണ്. കിഡ്സിന് വേറെ, അതേപോലെ തന്നെ ലേഡീസിന് വേറെ, വലിയ ആൾക്കാർക്ക് വേറെ, അങ്ങനത്തെ രീതിയിൽ സെക്ഷനായിട്ട് തിരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളനുസരിച്ചിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് അവരുണ്ടാക്കിയതാണ്, പുതിയതായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ നമ്മൾ വെയിറ്റും അതേപോലെ തന്നെ ഏജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. 2 സ്ലൈഡാണുള്ളത്. 2 സ്ലൈഡിൽ കൂടെ നമുക്ക് എത്ര വശം വേണമെങ്കിലും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ കയറിയപ്പോഴേക്കും ആ ചേച്ചിയുടെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽസും ഏജും അതേപോലെ തന്നെ പേരും വെയിറ്റും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്.
അപ്പോൾ ഒരു ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴേക്കും പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിറ്റിലപ്പള്ളിയിൽ വരാത്തവർ എന്തായാലും ഒന്ന് വന്ന് നോക്കണം. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.